ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. നമ്മൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നിഷാർക്ക് ഒരു ഡോഡ്ജ് എടുത്തിട്ടുണ്ട്. ഡോഡ്ജ് ചലഞ്ചർ സ്കാറ്റ് പാക്ക് ആണ്, 392 V6 അല്ല. ഓക്കെ, V8 സിലിണ്ടറിൽ സ്കാറ്റ് പാക്ക് എഡീഷനിൽ 392 ആണ് വരുന്നത് കേട്ടോ വണ്ടി. അപ്പോൾ നമ്മളത് എടുക്കാൻ വേണ്ടിയിട്ട് പോവുക. അത് പോയിട്ട് എടുത്തിട്ട് അതിൻ്റെ പാസിങ് കാര്യങ്ങളൊക്കെ കഴിക്കണം. അത് കഴിഞ്ഞിട്ട് വണ്ടി പണിയാനും വേറെ ലെവലാക്കിയിട്ട് ഇറക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തോ. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് വണ്ടി പോയിട്ട് എടുക്കുക, നേരെ പാസിങ്ങിന് കൊണ്ടുപോവുക, പാസിങ് കഴിച്ചിട്ട് ബാക്കിയുള്ള പരിപാടി തീരുമാനിക്കുക. ഓക്കെ, അപ്പോൾ അതാണ് ഇന്നത്തെ പരിപാടി. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്തോ. നേരെ വീഡിയോ കിട്ടും. സോ ഗായ്സ്, നമ്മളിത് ഫസ്റ്റ് വാഷിങ്ങിനാണ് കൊണ്ടുവന്നേക്കുന്ന വണ്ടി. വാഷ് ചെയ്യാനുള്ള പരിപാടിയാണ്. ഓക്കെ, നമ്മൾ അമ്മറപ്പുറത്ത് എടുക്കുന്നുണ്ട് കേട്ടോ. ഈ വണ്ടി ഇറക്കിയിട്ട് ഇവിടെ തന്നെ വാഷിംഗ് സെൻറ്റർ കേട്ടോ, ഫുൾ വാഷിംഗ് സെൻറ്ററാണ്. ഒന്ന് ഫുൾ വാഷ് ചെയ്യണം. ഫുൾ വാഷ് ചെയ്തിട്ടാണ് നമ്മൾ പാസിങ്ങിന് കൊണ്ടുപോകുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി കൊണ്ടുവന്നതാണ്. ഈ വണ്ടി ഇറക്കട്ടെ. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ സൗണ്ട് ഒന്ന് കേട്ടോട്ടാ. മോനെ വേറെ തന്നെ സൗണ്ടാണ് കേട്ടോ. സൗണ്ട് സ്റ്റോക്കിലാണ് ആക്ച്വലി ഈ ഒരു സൗണ്ട്. അതാണ് മൂഡ്. എക്സോസ്റ്റ് കാര്യങ്ങളൊന്നുമില്ല, സ്റ്റോക്ക്. പിന്നെ ഇതിലൊക്കെ ഒരുപാട് ഓപ്ഷൻസ് കാര്യങ്ങളും ഉണ്ട്. എല്ലാം ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ പാസിങ് കഴിക്കട്ടെ. അതൊക്കെ കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഒരു ഫുൾ റിവ്യൂ ഇനി നമ്മൾ മോഡിഫൈ ചെയ്യുന്നുണ്ട്. ഫുള്ള് കോലം മാറ്റുന്നുണ്ട്. നമ്മൾ നിഷാർക്ക് വണ്ടി എടുത്തിട്ടുണ്ട്. ഫ്രണ്ട് നൈസിൽ തട്ടും. എടുത്തോ, കുഴപ്പമില്ല, പോട്ടെ, കുഴപ്പമില്ല, ചെറിയ തട്ടാ. മാഷാ അല്ലാഹ്, ഏത് ലുക്ക് നോക്ക്, ഒരു രക്ഷയില്ല, അടിപൊളി. ചിലപ്പോൾ നമ്മൾ കിറ്റും കാര്യങ്ങളൊക്കെ മാറ്റി ഇതിൻ്റെ മോഡിഫിക്കേഷൻ നമ്മൾ ഒരുപാട് മോഡിഫൈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നോക്കുന്നുണ്ട്. ഇതിൻ്റെ കാർബൺ ഫൈബർ ബോണറ്റ് എടുത്തിട്ടുണ്ട്, അതുപോലെ സ്റ്റീറിംഗ് വീൽ എടുത്തിട്ടുണ്ട് കാർബൺ ഫൈബറിൻ്റെ. അങ്ങനെ ഒരുപാട് ഐറ്റംസ് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതൊന്ന് വാഷ് ചെയ്യട്ടെ. മാഷാ അല്ലാഹ്, ഫസ്റ്റ് ഇങ്ങനെ പൊടി പൊടിച്ച് എടുക്കുന്നുണ്ട്. വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് പാസിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ആദ്യം ഇൻറ്റീരിയർ ക്ലീൻ ആക്കാന്നാണ് ഭായി പറയുന്നത്. അങ്ങോട്ട് ഇട്ടിട്ട് ഇൻറ്റീരിയർ ഫുള്ള് ക്ലീൻ ആക്കണം. അത് കഴിഞ്ഞിട്ടാണ് ഫുൾ വാഷ് ചെയ്ത് കേട്ടോ. ഓ മൂട് ഫുള്ള് ക്ലീൻ ചെയ്യട്ടെ. ഫുള്ള് വാക്യൂം ചെയ്തിട്ടാണ് വാഷ് ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതേ വാക്യൂമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി വണ്ടി എടുത്തിട്ട് നേരെ വാഷിങ്ങിന് ഇടണം കേട്ടോ അങ്ങോട്ട്. ഓക്കെ, ആ ഒരു മുഴക്കം വേറെ സീൻ തന്നെയാണ് കേട്ടോ. ഫ്രണ്ട് ടയറിൽ എയർ കുറവുണ്ട്, അടിക്കണം. ഇനി ഇത് ഈ കോലം മൊത്തത്തിലാണ് മാറും കേട്ടോ. അപ്പോൾ ഈ കാണുന്ന പോലെ അല്ല, ഈ കളറോ ഈ കോലോ ആയിരിക്കില്ല, മൊത്തത്തിലേ മാറും. എന്താണ് വർക്ക്, എങ്ങനെയാണ് കാര്യങ്ങൾ ഞാൻ പറയണില്ല. അത് ഈ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ കണ്ടാൽ മതി. അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ വരും, വർക്കിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ വരും. ഓക്കെ, അപ്പോൾ ഓൾമോസ്റ്റ് വാഷിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. വണ്ടി തിരിച്ച് കയറ്റുകയാണെങ്കിൽ നേരെ നമ്മൾ കൊണ്ടുപോണ് പാസിങ്ങിനാണ് കേട്ടോ. ഓക്കെ, ദുബൈയിലേക്കാണ് കൊണ്ടുപോണ്. ബസ് ഓക്കെ, അങ്ങനെ വണ്ടി കയറ്റി സേഫാക്കി കയറ്റി ഇനി നേരെ നമ്മൾ പാസിങ്ങിന് കൊണ്ടുപോകണം കേട്ടോ. അത് കഴിഞ്ഞ് പാസിങ് കഴിഞ്ഞിട്ടാണ് ബാക്കി പണി. അതിന് വേണ്ടി വെയിറ്റ് ചെയ്തോ. ഫൈനലി ഗായ്സ്, നമ്മുടെ പാസിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഫ്യൂൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫ്യൂൽ അടിച്ചിട്ട് നേരെ റിക്കവറി കയറ്റിയിട്ട് വണ്ടി റൂമിൻ്റെ പാർക്കിംഗ് കൊണ്ടിടും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്ലേറ്റ് എടുത്തിട്ട് വന്നിട്ട് ഫിക്സ് ചെയ്യും. അതാണ് പരിപാടി. ഓക്കെ, മാഷാ അല്ലാഹ്. അടിപൊളി. ശബ്ദം ഉണ്ടാക്കാൻ പറഞ്ഞതാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് കാലൊടുക്കാൻ പറഞ്ഞതാണ്.
നമ്മുടെ പമ്പിലിക്കണായിട്ട് എന്താ പുള്ളി മാഷാ അല്ലാഹ് ജാതി സൗണ്ടാണ് കേട്ടോ. നമ്മുടെ റിക്കവറി ഇതേ ഓപ്പോസിറ്റ് തന്നെ കിടക്കുന്നുണ്ട്. സോ നമ്മളിത് ഫ്യൂവൽ അടിച്ചു, ഫുള്ളാക്കി. ഇനി വണ്ടി റിക്കവറി കയറ്റാണ് കേട്ടോ. ഓക്കെ, രണ്ട് നൈസിലൊന്ന് തട്ടാൻ വഴിയുണ്ട്. ഓ ബസ് ഓക്കെ, അങ്ങനെ റിക്കവറി കയറ്റി. ഇനിയിപ്പോൾ നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ റൂമിൻ്റെ പാർക്കിങ്ങാണ്. അവിടുന്ന് നേരെ വണ്ടി അവിടെ ഇറക്കിയിട്ടിട്ട് നമ്മൾ ഫ്ലൈറ്റ് മേടിക്കാൻ വേണ്ടിയിട്ട് പോകും. ഫ്ലൈറ്റ് മേടിച്ചിട്ട് അവിടെ പാർക്കിങ്ങിൽ വന്നിട്ട് നമ്മൾ ഫിക്സ് ചെയ്തിട്ട് വണ്ടി എടുത്തിട്ട് ഇറങ്ങും കേട്ടോ. ഓക്കെ, സോ ഗായ്സ് നമ്മളിതേ വണ്ടി റിക്കവറി കയറ്റി നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ റിക്കവറിയിൽ തന്നെ കയറി. നിഷാർക്ക് നേരെ ഫ്ലൈറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പോയി. നമ്മുടെ ഫ്രണ്ട് ഉണ്ട് റിക്കവറി ചേട്ടൻ ചില്ലാണ് കേട്ടോ, പാകിസ്ഥാനിയാണ്. ചിൽ ബ്രോ, സേ ഹായ്. നല്ല മനസ്സിലാട്ടോ, മാഷാ അല്ലാഹ്. അങ്ങനെ നമ്മളിതേ വണ്ടി എടുത്ത് നമ്മൾ നേരെ റൂമിൽ പോയിരിക്കുക, റൂമിൻ്റെ പാർക്കിങ്ങിൽ പോയിരിക്കുകയാണ് കേട്ടോ. ഞാൻ കയറി നിഷാർക്ക ഫ്ലൈറ്റ് എടുക്കാൻ പോയേക്കാണ്. അതെടുത്ത് വന്നിട്ട് റൂമിൻ്റെ അവിടെ നിന്ന് പാർക്കിങ്ങിൽ ഇട്ടിട്ട് ഫിക്സ് ചെയ്യും. കാരണം പുള്ളിനെ കൊണ്ട് വിട്ട് കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങളും നടക്കില്ല. കാരണം നോമ്പായതുകൊണ്ട് ഓഫീസ് ടൈമും കാര്യങ്ങളൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട്. ചില ഓഫീസൊക്കെ 4 മണി 3 മണി ആ ഒരു ടൈം വരെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയിൽ എല്ലാ പേപ്പറും കാര്യങ്ങളൊക്കെ കഴിക്കും വേണം, എല്ലാം കഴിക്കണം. ഇന്നത്തെ പരിപാടി അതാണ് മെയിനായിട്ട്. അപ്പോൾ അതുകൊണ്ട് നിഷാർക്ക് ആ വഴിക്ക് പോയി, ഞാൻ അതിൽ കയറിയിട്ടുണ്ട്. ചിൽ ഡ്രൈവ്. അപ്പോൾ ഞാനും വെച്ചാലും കൂടി ചിൽ പിൽ അത്രേ ഉള്ളൂ. ഓക്കെ, ഇനിയിപ്പോൾ അവിടെ പാർക്കിങ് കൊണ്ടുപോയിട്ട് വണ്ടി ഇറക്കും നമ്മൾ. അങ്ങനെ അതെ നമ്മുടെ റൂമിൻ്റെ അവിടെ എത്താനായി. വണ്ടി ബാക്കിൽ ഇടാം വേണ്ട സെറ്റ്. ഒന്ന് റൈറ്റ് തിരിഞ്ഞ് കഴിഞ്ഞാൽ നേരെ പോകണം നമ്മുടെ റൂമിലോട്ടാണ്. ഇനി അവിടെ ചെന്നിട്ട് വണ്ടി ഇറക്കിയിട്ട് കാണാം. സോ നമ്മുടെ ബായ് ഇതേ വണ്ടി ഇറക്കുന്നുണ്ട്. ആള് ചില്ലുണ്ടോ, ചില്ല് മനുഷ്യനാണ്. സെറ്റ്, ആള് ഹാപ്പി, നമ്മൾ ഹാപ്പി. പൊളി. ഇതേ വണ്ടി പോണ്. ഓക്കെ, ഇനി നമുക്ക് ഇറക്കാം, വണ്ടി ഇറക്കാം. Mobile number. Sure. Mobile number. Tell your mobile number. 0566 077 514. 514. 24 hours service. 24 hours service ഉണ്ട് പുള്ളി. അപ്പോൾ ആർക്ക് വേണമെങ്കിൽ വിളിക്കാം, എപ്പോൾ വേണമെങ്കിൽ വിളിക്കാം. നമ്പർ ഞാൻ താഴെ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ പുള്ളി ഹാപ്പി, നമ്മൾ ഹാപ്പി. ഇനി നമുക്ക് വണ്ടി ഇറക്കാം. പുള്ളി അതൊന്ന് അഴിക്കട്ടെ. അതൊന്ന് അഴിച്ചിട്ട് വേണം നമുക്ക് ഇറക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഈ സൈഡിലെ ഡോർ എന്തോ അടയാനുണ്ട്. യെസ് അത് ക്ലോസ് ആയിട്ടുണ്ടായിരുന്നില്ല, അത് അടച്ചിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കൊരു ഹെൽപ്പ് ആവുമല്ലോ. ഞാൻ നമ്പർ കൊടുക്കുക. ഇവിടെ ഉള്ള ആരെങ്കിലും അറിയണം, ഒരു മല്ലൂസ് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ, മല്ലൂസ് നല്ല ആർക്കും വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് Okay, go. സോ ഗായ്സ് നമ്മളിത് വണ്ടി ഇറക്കിയിട്ടുണ്ട്. ഇതേ പുള്ളി പോയി, പുള്ളിയുടെ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കി. ഇനിയിപ്പോൾ നമ്മൾ വണ്ടി നേരെ പാർക്കിംഗ് കൊണ്ടുപോയില്ല. പാർക്കിംഗ് കൊണ്ടുപോയിട്ട് ഞാൻ മൊത്തത്തിലൊന്ന് കാണിച്ചു തരാം. നിങ്ങൾ മൊത്തത്തിലൊന്ന് കാണാനുണ്ടല്ലോ വണ്ടി. ആക്ച്വലി ഇതിൻ്റെ ആ ഒരു സ്റ്റാർട്ടിങ് സൗണ്ട് ആണ് എല്ലാവരും കേൾക്കേണ്ടത്. ഞാൻ ഓൾറെഡി നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്, ഞാൻ ജസ്റ്റ് ഒന്ന് കേൾപ്പിക്കാം. ഓക്കെ, ഓ C392 പൊളി മാഷാ അല്ലാഹ്. നമ്മൾ വണ്ടി ഇറക്കട്ടെ, വണ്ടി ഇറക്കിയിട്ട് ബാക്കി. ഓക്കെ, അങ്ങനെ നമ്മളിതേ നമ്മുടെ പാർക്കിങ്ങിലെത്തി. വണ്ടി ഇതേ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സെറ്റായി, പാർക്കിംഗ് ഒക്കെ സെറ്റായി. ഇനി നമ്പർ പ്ലേറ്റ് വന്നിട്ട് വേണം നമുക്ക് കൊണ്ടുവന്നിട്ട് ഫിക്സ് ചെയ്തിട്ട് വേണം നമുക്ക് വണ്ടി എടുത്തിട്ട് പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട്. പുറത്തിറങ്ങിയിട്ട് വേറെയും ഒരുപാട് പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതാണ് ഓൾമോസ്റ്റ് വണ്ടിയുടെ മൊത്തത്തിലുള്ള ലുക്ക്. ഫുൾ വീഡിയോ ഞാൻ വേറെ വീഡിയോ ആയിട്ട് ഇടാം. വണ്ടിയുടെ ഫുൾ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം പറഞ്ഞിട്ട്, സൺറൂഫും കാര്യങ്ങളൊക്കെ ഉണ്ട് വണ്ടിക്ക്, എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞിട്ട്, എൻജിനും സ്പെക്കും കാര്യങ്ങളും എല്ലാം പറഞ്ഞിട്ടൊരു വീഡിയോ ഞാൻ വേറെ ഇടാം. അതിന് വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്തോ. ഈ വീഡിയോ എന്ന് പറയുമ്പോൾ ജസ്റ്റ് നമ്മൾ വണ്ടി എടുത്ത് നമ്മൾ പാസ് ചെയ്യണ
ആ ഒരു വീഡിയോ ആയിരിക്കും കേട്ടോ. ഓക്കെ, ഇനിയിപ്പോൾ വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഇനി നമുക്കിത് ഫുള്ള് പണിതെടുക്കണം. ഫുള്ള് പണിത് വേറെ ലെവൽ വേറെ തന്നെ ലുക്കാക്കിയിട്ട് എടുക്കാനുണ്ട്. ഓൾറെഡി ഇതിൻ്റെ പാർട്സ് കുറച്ച് നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മൾ മേ ബി ചിലപ്പോൾ വീൽസ് മാറും, ചിലപ്പോൾ വൈറ്റ് ബോഡി ഇടും. അത് ഉറപ്പായിട്ടില്ല, വൈറ്റ് ബോഡി വീൽസ് ഉറപ്പായിട്ടില്ല. പിന്നെ വേറെ സസ്പെൻഷനും കാര്യങ്ങളും പ്ലാനിലുണ്ട്. കളർ മൊത്തത്തിൽ ചേഞ്ച് ആക്കും, വേറെ ഒരു വെറൈറ്റി കളർ തന്നെ കാര്യങ്ങളും. അതുപോലെ വേറെ തന്നെ ഒരു കളറിലേക്ക് ആക്കിയെടുക്കാനുള്ള ഒരു പ്ലാൻ ഉണ്ട്, RGB കാര്യങ്ങളൊക്കെ കയറ്റിയിട്ട്. അപ്പോൾ തന്നെ അത്യാവശ്യം ആയല്ലോ. പിന്നെ ബാക്ക് ഡിഫ്യൂസർ കാര്യങ്ങളെല്ലാം ചെയ്യാനുണ്ട്. പിന്നെ എക്സോസ്റ്റ് നമുക്ക് ഓൾറെഡി ചെയ്യേണ്ട ആവശ്യമില്ല, ഇതിൽ സ്റ്റോക്ക് തന്നെ ഈ ഒരു സൗണ്ട് ഉണ്ട്. 6.4 ലിറ്റർ ആയതുകൊണ്ട് ഈ ഒരു സൗണ്ട് ഈ വണ്ടിക്ക് ഉള്ളതുകൊണ്ട് നമുക്ക് വേറൊരു എക്സോസ്റ്റിൻ്റെ ആവശ്യമില്ല. കാരണം വേറെ നമ്മൾ എക്സോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാരക സൗണ്ട് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് ഇതന്നെ ധാരാളം. ഓക്കെ, അപ്പോൾ ഇനി വേണ്ട ബാക്കിയുള്ള വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം, എൻജിൻ ബേ കാര്യങ്ങളും എല്ലാം ഞാൻ കാണിച്ചു തരാം. ഇൻറ്റീരിയർ കാര്യങ്ങളെല്ലാം മേ ബി എല്ലാം മാറും കേട്ടോ. കാരണം ഇനി കാണിക്കുമ്പോൾ ചിലപ്പോൾ ഫുള്ള് പണിതിട്ടായിരിക്കും കാണിക്കുക. അപ്പോൾ ഫുള്ള് പണിയുടെ വീഡിയോസും കാര്യങ്ങളും ഉണ്ടാവും. പണി കഴിഞ്ഞിട്ട് ഫുൾ റിവ്യൂവും കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു എല്ലാവരും. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് എക്സോസ്റ്റിനോട് ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ച് തരാം. ഒന്ന് കേൾക്കണം, സ്റ്റാർട്ട് ചെയ്യണ ആ ഒരു റിവ്യൂ ചെയ്യുന്ന സൗണ്ടല്ലേ കേട്ടിട്ടുള്ളൂ. എക്സോസ്റ്റിനോട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ച് തരാം കേട്ടോ. നോക്ക്, എൻ്റെ മോനെ വേറെ തന്നെ മൂടാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളിതേ വണ്ടി നമ്മളെ പാർക്കിങ്ങിൽ നമ്മൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ പരിപാടി ചെയ്യാൻ, ഇനിയിപ്പോൾ നേരെ വീട്ടിൽ പോവാണ്. കാരണം നോമ്പറക്കാൻ സമയമായി. നമ്പർ പ്ലേറ്റ് ഓൾറെഡി നോമ്പറന്ന് കഴിഞ്ഞിട്ട് പോയിട്ട് മേടിക്കാനേ പറ്റുള്ളൂ. അപ്പോൾ അത് എന്താ പറയുക, നോമ്പറന്ന് പോയി കഴിഞ്ഞ് മേടിച്ചിട്ട് ബാക്കിയുള്ള പരിപാടികൾ പ്ലാൻ ചെയ്തിട്ട് ഇനിയും ഇറങ്ങുന്നുണ്ട്. ഇനിയും വീഡിയോസ് വരുന്നുണ്ട്. നമ്മുടെ വണ്ടിയുടെ ഫുള്ള് വർക്ക് ചെയ്യുന്നതും പണിയുന്നതും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. നാളെ നമ്മുടെ പരിപാടി അതിൻ്റെ ബോണറ്റും അതുപോലെ സ്റ്റിയറിംഗ് വീലും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്യലാണ്. സ്റ്റിയറിംഗ് വീൽ ആക്ച്വലി ബാക്കിൽ എടുക്കുന്നുണ്ട് കേട്ടോ. ബാക്കിൽ അതുപോലെ ഫോഗ് ലൈറ്റ് അങ്ങനെ കുറച്ച് പാർട്സ് നമ്മൾ മേടിച്ചിട്ടുണ്ട്. അതെല്ലാം ബാക്കിൽ എടുക്കുന്നുണ്ട്. അതെല്ലാം ഫിക്സ് ചെയ്യുന്നുണ്ട്. അതിന് വീഡിയോസ് എല്ലാം വരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്തോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് തന്നെ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും സപ്പോർട്ട് ആണ്. നമുക്ക് അടുത്ത വീഡിയോ കാണാം.